ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടെ അപൂർവ നടപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. പിൻഗാമിയെ തീരുമാനിച്ച് ആയത്തുള്ള അലി ഖമനേയി തയ്യാറാക്കിയത് 3 പുരോഹിതരുടെ പേരുകൾ. പിൻഗാമിയാകുമെന്ന് പ്രതീക്ഷിച്ച ഖമനേയിയുടെ മകന്റെ പേര് പട്ടികയിലില്ല. അയവില്ലാതെ ഇറാൻ ഇസ്രായേൽ സംഘർഷം. ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രം വീണ്ടും ആക്രമിച്ച് ഇസ്രായേൽ. സംഘർഷത്തിൽ ഇതുവരെ 400 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ, 3000 പേർക്ക് പരിക്കേറ്റതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. ഇറാന്റെ 40 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ. ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് GCC രാജ്യങ്ങൾ. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള 4ാമത്തെ വിമാനം ഡൽഹിയിലെത്തി. ഇറാനിൽ നിന്ന് ഇതുവരെ 827 പേർ ഇന്ത്യയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഭാരതാംബ വിവാദങ്ങൾക്കിടെ രാജ്ഭവനിലെ യോഗാദിന പരിപാടിയിൽ ഭാരതാംബ ചിത്രത്തിൽ പൂവിട്ട് ഗവർണർ. ത്രിവർണ്ണ പതാകയേന്തിയ ഭാരതാംബയുമായി BJP ഫേസ്ബുക്ക് പോസ്റ്റ്. രാജ്ഭവനിലെ ചടങ്ങിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയതിൽ അതൃപ്തി. ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും കത്തയക്കാൻ ഗവർണർ. RSS ശാഖയല്ല രാജ്ഭവനെന്നും ഭരണഘടനയാണ് ഇന്ത്യയുടെ നട്ടെല്ലെന്നും ദേശാഭിമാനി മുഖപ്രസംഗം. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ യുവമോർച്ച പ്രതിഷേധം. കോഴിക്കോട് മന്ത്രിയുടെ കോലം കത്തിച്ചു. യുവമോർച്ച പ്രവർത്തകരെ നേരിട്ട് SFI. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് ഫെറ്റേണിറ്റി മൂവ്മെന്റിന്റെ കരിങ്കൊടി പ്രതിഷേധം. തമിഴ്നാട് വാൽപ്പാറയിൽ പുലി പിടിച്ച 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. കുഞ്ഞിന്റെ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് ലയത്തിൽ നിന്ന് 300 മീറ്റർ അകലെ. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പുലി പിടിച്ചത് ഇന്നലെ വൈകിട്ട്. എയർ ഇന്ത്യയുടെ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി DGCA നിർദ്ദേശപ്രകാരം. ജീവനക്കാരുടെ ഷെഡ്യൂളിംഗിൽ വീഴ്ച വരുത്തിയതിന് പിന്നാലെയാണ് നീക്കിയത്. വീഴ്ച ആഭ്യന്തര അച്ചടക്ക സമിതി അന്വേഷിക്കണം. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും DGCA നിർദ്ദേശം. കണ്ണൂർ കായലോട് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്ത് റഹീസിന്റെ പരാതിയിൽ 5 പേർക്കെതിരെ കേസെടുത്തത് മുബഷിർ, ഫൈസൽ, റഫ്നാസ്, സുനീർ, സക്കറിയ എന്നിവർക്കെതിരെ. തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് മർദ്ദിച്ചുവെന്ന് റഹീസ്. യുവതിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ലെന്നും മൊഴി. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ പിടിച്ചിറക്കി മർദ്ദിച്ചെന്ന് FIR. തൃശൂർ ചൊവ്വൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി. 4 സ്ത്രീകൾക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു.